ഇനി സിവിലുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അത് സ്പോട്ട് വെരിഫിക്കേഷൻ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അത് ശരി. സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ചെയ്തു കൊടുക്കും. ഓക്കെ. സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ മാഹി ഉള്ളവരാണെങ്കിൽ അല്ലേ, വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ ഒന്നും കൊടുക്കേണ്ടി വരില്ല. അവിടെ തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത എന്തെങ്കിലും കാര്യം വണ്ടിയിലുണ്ടെങ്കിൽ അടുത്തൊരു സർവീസ് എന്താ കൊടുക്കുക? അടുത്ത സർവീസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കും, വേറെ ഏതെങ്കിലും വണ്ടി ഇട്ട്. അങ്ങനെ വരലില്ല സാധാരണ. വന്നതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പകരം വേറെ വണ്ടി കൊടുക്കും. അത് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ പറയും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് വൈകുന്നേരമായി. അപ്പോൾ ഒരാഴ്ച മാത്രം പഴക്കമുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പുതുതായിട്ട് നമ്മളാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് മുക്കം NITക്ക് അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കാർസ് ഫോർ യു, നിങ്ങൾക്കുള്ള കാറുകൾ ഇവിടെ ഉണ്ട്. എല്ലാ സെഗ്മെൻറ്റ് കാറുകളും. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ചെറിയ സെഗ്മെൻറ്റ് ടിയാഗോ മുതലുള്ള എല്ലാ കാറുകളും ഉണ്ട്. വലിയ റേഞ്ച് റോവർ ഒക്കെ ലഭിക്കുന്നൊരു അടിപൊളി ഷോറൂം. ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. ഇനി നമ്മളെ തുടർന്നുള്ള വീഡിയോസിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന കാറുകളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. സ്വാഗതം ചെയ്യാം. ഓണറാണ്. എന്താ പേര്? ഷംസുദ്ദീൻ. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ജസ്റ്റ് തുടങ്ങിയിട്ട്. ഈ ഒരു ഫീൽഡിൽ കുറേ കാലമായോ? ഒരുപാട് കാലമായി. എത്ര വർഷമായിട്ടുള്ള ഏകദേശം? ഏകദേശം ഒരു 20 വർഷത്തിൻ്റെ അടുത്താവാണ്. 20 വർഷത്തിൻ്റെ അടുത്ത് ഈ ഫീൽഡിൽ നിലനിന്ന് പോകുന്നുണ്ടല്ല. ഓക്കെ. ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ തന്നെയാണോ നാട്? ഇവിടെ തൊട്ടടുത്താണ് നാട്. പിന്നെ NIT ഒരു അടയാളമാണ്. കൊണ്ടൊരു നല്ലൊരു മേഖലയാണല്ലോ. കാരണം ഈ ഏരിയയിൽ അങ്ങനെ ഒരു ഇതില്ലല്ലേ, യൂസ്ഡ് കാർ ഷോറൂം ഈ ഒരു ഏരിയയിൽ കുറവാണ്. ഓക്കെ. അപ്പോൾ കോഴിക്കോട് NIT പഴയ REC അല്ലേ? അതെ, അതാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്കൗണ്ട്, റേറ്റിലുള്ള ഡിസ്കൗണ്ട്. അതാണ് ക്വാളിറ്റി വണ്ടി ഡിസ്കൗണ്ട് റേറ്റ്. അവിടെയാണ് നമ്മളെ ബിസിനസ്സും എല്ലാം മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ലേ വണ്ടി? ഞാനും ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗറെ കൂടെ സംസാരിക്കുന്നത്. നമ്മളെ പേര് തന്നെ കാർസ് ഫോർ യു എന്നാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള കാർ ഇവിടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാർ ഇവിടെ ഉണ്ട്. മാക്സിമം നമ്മളൊരു തുടക്കക്കാരാണല്ലോ. അപ്പോൾ എത്രത്തോളം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ കാറുകൾ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൈസ കുറവുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കയറുന്ന കാറുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതുപോലെ ചെറിയൊരു ഡൗൺ പേയ്മെന്റിലുള്ള കാറുകളുണ്ട്. അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയുള്ള ലക്ഷറി ഉപയോഗിക്കുന്നുണ്ടവർക്ക് ലക്ഷറി ഉണ്ട്. അതുകൊണ്ട് ചെറുത് ഉപയോഗിക്കേണ്ടവർക്ക് ചെറുതുണ്ട്. പിന്നെ ആഗ്രഹമുണ്ട് ടാറ്റനൊക്കെ പോലെ എല്ലാരും ആഗ്രഹം അതാണ് എല്ലാവർക്കും ഒരു ഉപയോഗം കൊടുക്കണോന്നൊക്കെ. രത്തൻ ടാറ്റേന്റെ മാതൃകയാക്കി അദ്ദേഹം പറഞ്ഞാണ്. ഓക്കെ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? വണ്ടികൾ ആരാ നമുക്ക് പറഞ്ഞിരുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആളുണ്ട്, ഞങ്ങളെ ആളുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബാക്കി വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവെക്കാം. വാ. ഏതായാലും ഫ്രണ്ടിൽ ഈ പോളോ കിടക്കുന്നുണ്ട് അല്ലേ? ഒരു അടിപൊളി ബ്ലൂ കളർ പോളോ ആണ്. GT തന്നെയാണോ ഇത്? GT ആണ് അല്ലേ? ഓട്ടോമാറ്റിക്. എങ്ങനെയാ കാര്യങ്ങൾ? 2021 മോഡല്. ഓണർ തേർഡാണ്. ഓക്കെ. ഇവിടെ ചോദിക്കുന്ന വിലയൊക്കെ വലുതാണ്, അതൊന്നും നോക്കണ്ട. നിങ്ങളതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 10,400 കൊടുക്കുക വണ്ടി. 10,25,000 രൂപയ്ക്ക് അല്ലേ? നമ്മുടെ ഫൈനൽ റേറ്റ് ആണ് വീഡിയോ. അത് മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. ഓക്കെ. 10,25,000 2021 GT പോളോ നിങ്ങൾക്ക് TSI കൊണ്ടുപോകാം. അതെ. തേർഡ് ഓണർ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, ചിലപ്പോൾ ലോൺ കയറില്ല, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം, ചെയ്യാം. ഇനി സിവിലുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അത് സ്പോട്ട് വെരിഫിക്കേഷൻ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. അത് ശരി. സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ചെയ്ത് കൊടുക്കും. ഓക്കെ. സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ടാവും. നമുക്ക് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. അത് അപ്പം തന്നെ നമുക്ക് തീരുമാനമാക്കിയിട്ട് ഒരു അരമണിക്കൂർ പ്രോസസ്സിങ് അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഓക്കെ ഉള്ള. ഞാൻ പേര് വയ്ക്കാൻ പറ്റും, ഫാസിൽ. വെൽക്കം. കഴിഞ്ഞിട്ടാണ് തുടങ്ങിയല്ലേ? ഓക്കെ. അപ്പോൾ വേറെ മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ടൊയോട്ടയിൽ നിന്ന് എടുത്താണ് വണ്ടി. ഓക്കെ. വാറണ്ടി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? നല്ല വാറണ്ടി ഒന്നുമില്ല കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാം. എത്ര? 6 മാസത്തേക്കോ? 6 മാസത്തേക്ക് നമുക്ക് കൊടുക്കാം. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രം? എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രം. ഓക്കെ.
അത് നമ്മളെ സെലക്റ്റഡ് കുറച്ച് വണ്ടികളുണ്ട്, അതിനൊക്കെ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് കൺവിൻസ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് വണ്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 50,000. 2021 GT ആണ് TSI വാഹനം. ഓക്കെ, 10,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫൈനൽ റേറ്റ് ആണ് ഇവിടെ ചോദിക്കുന്ന, അതല്ല വീഡിയോയിൽ വേണ്ടി സ്പെഷ്യൽ റേറ്റ് ഇട്ടാൽ നിങ്ങളെ ഡിസ്കൗണ്ട് അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അടുത്ത നമ്മളൊരു ചെറിയ വണ്ടി തന്നെ നിൽക്കുകയാണ്. ടിയാഗോ ആണ്, KL 77 രജിസ്ട്രേഷൻ, പേരാമ്പ്ര, കോഴിക്കോട് ജില്ല തന്നെയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡൽ. ഓക്കെ, XZ 1.2 ആണ് വണ്ടി. XZ ആണോ XZ പ്ലസ് ആണോ? XZ ആണ്. XZ അല്ല, അലവിൽ വരില്ല, XZ ആണ്. മാനുവൽ ഫുള്ളിന്റെ തൊട്ട് താഴെ. അതെ, ഓക്കെ. ഇത് ഫുള്ളിന്റെ മുകളിൽ നമുക്ക് ലോൺ കൊടുക്കാം. അപ്പോൾ പൈസ ഇല്ലാണ്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഷംസുക്ക പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, ഫുള്ള് ലോൺ കയറ്റി കൊടുക്കാം. ഓക്കെ, കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 38,000. 2021 സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ വാഹനം. ഒരു മെയിൻ ഗ്ലാസ് പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. ചെറിയൊരു ക്രാക്ക് ഉണ്ടാവും, വേണേ മാറ്റിയാൽ മതി. അല്ല, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും തട്ടിയ വണ്ടിയാണ് അങ്ങനെ. അല്ല, അതൊക്കെ അല്ല, ഞാൻ ആളുകളോടാ പറഞ്ഞത്, അത് വേണമെങ്കിൽ മാറ്റിയാൽ മതി. അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ട് ഓപ്ഷനാണ്, നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കാം, പ്രശ്നമല്ല. ഓക്കെ ഓക്കെ. 2021 XZ ടിയാഗോ, മൈലേജ് ഏകദേശം ഒരു 14-17 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. 17 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട് കിലോമീറ്റർ മൈലേജ്. വേറെ മെയിൻ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഈ ഒരു ക്രാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 5 രൂപ കൊടുക്കാം. 5 ലക്ഷം. 2021 XZ ടിയാഗോ ആണ്. ഇവിടെയുള്ള വില നിങ്ങൾക്ക് കാണാലോ, ഇവിടെയുള്ള വില നിങ്ങൾക്ക് കാണാലോ. അതെ, ഇവിടെ 560 ഇട്ടേക്കുന്നത് പ്രൈസിങ്. അപ്പോൾ ഇനി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫൈനൽ വില ഇതിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് സുഖമാണല്ലോ, വേണമെങ്കിൽ വരാലോ. ഇപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, നിങ്ങൾ ഈ പറഞ്ഞ വില ഇവിടെ എഴുതി വെച്ച സാധാരണക്കാരന് വന്നു കഴിഞ്ഞാൽ ഫൈനൽ വില നമ്മളെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറയാന്ന് വെച്ചാൽ ഇവരിവിടെ ഇട്ട വില നോക്കണ്ട, കാരണം എന്താ വെച്ചാൽ നെഗോസിയേഷൻ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്ന വിലക്ക് കൊടുക്കും അല്ലേ? ഓക്കെ, ആ ഒരു ഇതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പല എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ വരിക. ഓക്കെ ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നോക്കിയിട്ട് ചെയ്യുന്നതാണ്, കയറ്റിയിടുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം 2021 XZ സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടിയ ടിയാഗോ കൊണ്ടുപോകാം. ഫുൾ ലോണ് അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ കിട്ടുകയും ചെയ്യും. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ തുടങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ വേറെ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഓക്കെ, ടൊയോട്ട ഫോർച്യൂണറാണ് അടുത്ത വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013. ഓക്കെ, PY ആണ്, പോണ്ടിച്ചേരിയാണ്. അതെ. പിന്നെ കിലോമീറ്റർ 240 ഓടിയുണ്ട്. ഓക്കെ. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടാവും? സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഏതാ, 2 വീൽ ഓട്ടോമാറ്റിക്കാ? 2 വീൽ മാനുവൽ. മാനുവൽ, അതെ, 2 വീൽ മാനുവൽ വാഹനമാണ്. 2013 അല്ലേ? 13. ഓക്കെ, ഇത് നമുക്ക് ഒരു 11 രൂപ കൊടുക്കാം. 11 ലക്ഷം പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ്. മാഹിയിലുള്ളവർക്കൊക്കെ തന്നെ നമുക്ക് ലോണും കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? എത്ര വരെ? പിന്നെ ഒരു 10 ലക്ഷം രൂപ വരെ കൊടുക്കാം. 8 രൂപ വരെ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം. ഉറപ്പ് പറയാൻ പറ്റുന്നപ്പോൾ അതേ ഉള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് പിന്നെ നമുക്ക് ബാങ്ക് ലോണൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. അപ്പം നിങ്ങൾ മാഹി ഉള്ളവരാണെങ്കിൽ അല്ലേ, വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ ഒന്നും കൊടുക്കേണ്ടി വരില്ല, അവിടെ തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് കേരളത്തിലേക്ക് ആവുകയാണെങ്കിൽ ഏകദേശം എത്ര ഉണ്ടാവും? കേരളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ഒരു 1,125,000 ഉണ്ടാവും. ആ റേഞ്ച് 2013 അല്ലേ, 2024 അല്ലേ? ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും ഒരു പോളോ GT തന്നെയാണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ്? ഇത് 2016 മോഡലാണ്. ഓക്കെ, കിലോമീറ്റർ 82,000 ഓടി, സെക്കൻഡ് ഓണർ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 82? 82. അപ്പോൾ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് മുക്കാലിന് കൊടുക്കാം. 7,75,000 ഫൈനൽ റേറ്റ് അല്ല. 2016 TSI GT ആണ്. ലോൺ ഒരു 6 കിട്ടും. ലോൺ മാക്സിമം നമുക്ക് ലോണിൻ്റെ DSA എപ്പോഴും ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ട് ലോണിൻ്റെ ആൾ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. നമ്മളിത് ഷോപ്പ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് 4 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷേ ഇതിന് മുന്നേ എല്ലാ വേറെ ഷോപ്പുകൾ ഫീൽഡിൽ ഉണ്ടല്ലോ. 10-20 വീട്ടിൽ വന്ന് ലോൺ ഇടുകയും കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ DSAമാരും എല്ലാ ബാങ്ക് മാനേജറുമായിട്ട് നല്ല ടൈപ്പ് ആയതുകൊണ്ട് അതെ. അപ്പോൾ നമുക്ക് അത് കാര്യങ്ങളൊക്കെ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യും. എല്ലാവരും ബന്ധമുള്ളതുകൊണ്ട് എപ്പോഴും DSA ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, 7:45 ഈ ഒരു വാഹനം കൊണ്ടുപോകും. ഇതിൻ്റെ കിലോമീറ്റർ എത്ര? 8.2. ഓ, 82,000. സോറി, സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് സോറി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 2016 പോളോ GT. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാലോ. ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വാഹനം. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല തന്നെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2016 G4 ഓട്ടോമാറ്റിക് ആണ്. G4. ഓക്കെ, ഇവിടെ തന്നെ കൊടുവള്ളി ഉള്ള ഒരാളെ വണ്ടിയാണ്. ഇറങ്ങിയത് തന്നെ ഇപ്പോൾ ഓണർ ഇപ്പോൾ 3rd ആയി. ഓക്കെ, ഇവിടെ നമ്മളെ ചുറ്റുഭാഗത്ത് തന്നെയുള്ള വണ്ടിയായിരുന്നു. ഇവിടെ തന്നെ മൊത്തം ഓണർഷിപ്പ് ഈ ചുറ്റുഭാഗത്ത് തന്നെയുള്ള വണ്ടിയായിരുന്നു നമ്മളെ ചുറ്റുഭാഗത്ത്. കിലോമീറ്റർ ഓടിയത് 169 ആണ്. സർവീസ് കമ്പനി സർവീസാണ്. പിന്നെ എക്സ്ട്രാ വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 2018 കാര്യങ്ങളൊക്കെ സെറ്റിൻ്റെ മോഡൽ 2016 G ഓട്ടോമാറ്റിക് വാഹനം.
അഡീഷണൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. 16.25 കൊടുക്കാം നമുക്ക്. 16,75,000 കേരള വണ്ടിയാണ്, റീവണ്ടിയല്ല അല്ലേ? 16,75,000 ഈ ഒരു ക്രിസ്റ്റ കൊണ്ടുപോകാം. തേർഡ് ഓണർഷിപ്പ് ആയിട്ട് അതാണ് ഒരു ഡ്രോബാക്ക് വന്നത്, വേറെ ഒന്നുമില്ല. നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാം, കൃഷിയല്ല ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേ ഡ്രോബാക്ക് ഉള്ളൂ, ബാക്കി എല്ലാം ക്ലീൻ ആയ ഒരു വണ്ടിയില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ എല്ലാ ഷോറൂമിലും ചോദിക്കുന്നതാണ്, എടുത്തു കഴിഞ്ഞിട്ട് പണി വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത എന്തെങ്കിലും കാര്യം വണ്ടിയിലുണ്ടെങ്കിൽ അടുത്തൊരു സർവീസ് എന്താ കൊടുക്കുക? അടുത്ത സർവീസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കും, വേറെ ഏതെങ്കിലും വണ്ടിയിട്ട്. അങ്ങനെ വരലില്ല സാധാരണ. വന്നതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പകരം വേറെ വണ്ടി കൊടുക്കും. അത് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ പറയും സർട്ടിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. ചില വണ്ടി പാർക്കിംഗ് സെയിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ ഇപ്പോൾ ഞാൻ ആ വണ്ടി ഇതിലേക്ക് ആഡ് ചെയ്തില്ല. നമ്മളിവിടുന്ന് ഒരു കസ്റ്റമർ ഒരു വണ്ടി ഞാൻ ഡെലിവറി എടുത്ത് പോയി, അപ്പോൾ അവരെ ഒരു വണ്ടി ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്തില്ല. കാരണം നമ്മൾ ഇതിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയില്ല, അത് നമ്മൾ ആഡ് ചെയ്തില്ല. എക്സ്ചേഞ്ച് അതെ, അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കസ്റ്റമർ കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരെ വയ്ക്കും പോകും, നമ്മളെ വയ്ക്കും പോകും. അപ്പോൾ ചില പാർക്കിംഗ് സെയിൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. അതേ ഉള്ളൂ. ആ ഒരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തും. അത് നമ്മൾ എഗ്രിമെന്റ് എഴുതുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യും എന്തെന്നാണെങ്കിലും. ഇനിയിപ്പോൾ ഒരു മറ്റേ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെ എഴുതും. വീഡിയോ കണ്ട് നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് വണ്ടി പോലും കാണാതെ പൈസ ഇട്ട് എടുക്കുന്ന നമ്മൾ ഒരാളോടും അക്കൗണ്ടിൽ അല്ലാണ്ട് അഡ്വാൻസ് ഇടാൻ പറയുന്നില്ല. നമ്മൾ വന്ന് കണ്ട് പൂർണ്ണ തൃപ്തിയായിട്ട് മാത്രമേ കസ്റ്റമർക്ക് വണ്ടി തന്നെ കൊടുക്കുന്നുള്ളൂ. ശരി, അല്ലാണ്ട് ചില ആൾക്കാരുണ്ടായാലോ വണ്ണെന്ന് കണ്ട് പിന്നെ ഒരാഴ്ച നമ്മൾ വെറുതെ കെട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. വേറെ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ലോൺ ഒരു 14 കിട്ടുമോ? ഒരു 14 റുപ്യ വരെ നമുക്ക് നോക്കാം, ചെയ്യാൻ പറ്റും. 60% ഏത് വാഹനത്തിനും നമുക്ക് എന്ത് ചെയ്യാം, സിവിൽ ഉള്ളവർക്കാണെങ്കിലും വണ്ടിൻ്റെ വാല്യൂ നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 60% നമുക്ക് കൊടുക്കാം, ധൈര്യത്തിൽ കൊടുക്കാം. ബേസ് വാല്യൂ ആയിട്ട് കൊടുക്കാം. അതെ, നമുക്ക് കൊടുക്കാം എല്ലാവർക്കും. ഓക്കെ ഓക്കെ. അടുത്തത് ഒരു ന്യൂ ഷേപ്പ് ഹോണ്ട സിറ്റി അല്ലേ? എങ്ങനെ കാര്യങ്ങളിത്? ഇത് 2020 മോഡൽ, 2020 പിന്നെ 49,500 കിലോമീറ്റർ ഓടിയത്. ഇതിന് നമ്മൾ വാറണ്ടി കൊടുക്കേണ്ടല്ലേ, കമ്പനി തന്നെ 1 ഇയർ കൂടി വാറണ്ടി ഉണ്ട്. ഓക്കെ, 2025 വരെ അല്ലേ? അതെ, അണ്ടർ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. 2020 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ZX ഓപ്ഷൻ. ZX ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. CVT. ഓക്കെ, ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പ് ഉണ്ട്, ഫുൾ ഓപ്ഷൻ, 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? എല്ലാം ഉണ്ട്. വണ്ടികളെല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഓപ്ഷൻ ഇല്ല. അതെ അതെ, സേഫ്റ്റി ഫീച്ചേഴ്സ്. പിന്നെ എന്താ പറയുക, ഡ്രൈവിംഗ് കംഫർട്ട്, അത്രയും നല്ല ഡ്രൈവിംഗ് കംഫർട്ടായിരിക്കും. പിന്നെ മെയിൻ്റനൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കേ വേണ്ട, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പെട്രോൾ അടിക്കുക, ഓടുക. അത്യാവശ്യം മൈലേജ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിലൊരു 17 കിലോമീറ്റർ വരെ കാണിച്ചിട്ടുണ്ട്. കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നു. 17 കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 വരെയൊക്കെ ആവറേജ് കിട്ടുന്നുണ്ട്. റണ്ണിങ്ങിൽ നമുക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം ഞാൻ ലോങ് പോകുമ്പോൾ കിട്ടുന്നുണ്ടാവും. 2 പ്രാവശ്യം ടൗണിൽ നിന്നൊക്കെയാണെങ്കിൽ 10 കണ്ടാൽ മതി. ലോങ് പോകുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, 15 വരെയൊക്കെ ആവറേജ് കിട്ടും. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് 12.35 കൊടുക്കാം. നമ്മളിതിൻ്റെ കിലോമീറ്റർ പറഞ്ഞല്ലോ. കിലോമീറ്റർ 49,500 പറയുന്നുണ്ട്. അതെ, ഓക്കെ. 49,500, 12.30, 11 ലക്ഷം റുപ്യ IDV പുതിയ ഇൻഷൂർ എടുത്തിട്ടുണ്ട്. 39 പറഞ്ഞേ? 35, 12.35 അല്ല. മാക്സിമം IDV ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ലോണും 11 റുപ്യ ലോണും വാങ്ങി കൊടുക്കാം, കിട്ടും ഏകദേശം. ഓക്കെ, ഒരു മെയിൻ്റനൻസ് കുറഞ്ഞ ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ സെഡാൻ, അത്ര സ്മൂത്ത് ഡ്രൈവുള്ള ഒരു വാഹനമാണ്. കോൺടാക്ട് ചെയ്തോളൂ, അടുത്ത വണ്ടിയിലേക്ക് പോകും. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അതൊക്കെ നല്ല നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അടുത്തത് അവിടെ ഉള്ളതിൽ ഇപ്പോൾ വെച്ചിട്ട് അടിപൊളി കിട്ടുക്കാച്ചി ലുക്കിൽ വരുന്നൊരു സാധനമാണ് ഓഡി A3 ആണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സാ? അതെ, ഓക്കെ. പുറത്ത് ഏതാണ്? നല്ല വരും. പിന്നെ കസ്റ്റമർ മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ? ഓക്കെ. S-Line ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓക്കെ, ഏതാ മോഡല്? 2014 A3 ആണ് ഓഡി. ഓക്കെ, ഓട്ടം 1.16 അല്ല? ഓക്കെ, ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ആണോ? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കേരള വണ്ടി തന്നെയാ? കേരള വണ്ടി. KL7 കേരള 7 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള ഓഡി A3 ആണ്. എന്താ പറയുക, വണ്ടി ആ ഒരു നീറ്റ് ഉണ്ട്. ആ ഒരു കളറിൻ്റെ ലുക്ക് മാത്രമല്ല, ആ ഒരു നീറ്റ് ലുക്ക് വണ്ടി ഉണ്ട് അല്ലേ? ചെറിയൊരു ക്രാക്ക് ആ ഗ്ലാസ്സിൽ. അത് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഒറ്റ ലൈനേ ഉള്ളൂ, കാണുന്നില്ല. ആ ഒരു ഗ്ലെയർ അടിക്കുമ്പോൾ കാണുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? 2014 ഒന്നിനെ മേലോടിയ വാഹനമാണ്. S-Line ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇതിന് ഒരു 13 മൈലേജ് കിട്ടുമോ? 14 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ, 14 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. ഡീസലാണ് വണ്ടി വരുന്നത്. നമ്മളെ ഡ്രൈവിംഗ് പോലാണ് കേട്ടോ. ഇങ്ങനത്തെ വണ്ടിയൊക്കെ കിട്ടിയിട്ട് ചവിട്ടി എടുത്താൽ മൈലേജ് എത്ര താഴും. ഓക്കെ, നല്ല ഒരു 60, 70, 80 നോക്കി കണ്ടു പിടിച്ചാൽ ആസ്വദിച്ച് പോവുക. അതെ, ആസ്വദിച്ച്. അല്ലാണ്ട് സ്പോർട്സ് മോഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഇവിടെ ചോദിക്കുന്ന വില നോക്കണ്ടെങ്കിൽ നമുക്ക് 15 രൂപ കൊടുക്കാം.
15 ലക്ഷം ₹12 ലോണും വാങ്ങി കൊടുക്കാം. ചോദിക്കുന്ന ഞാൻ നോക്കട്ടെ. 15.50 ചോദിച്ചത്. അപ്പോൾ 15-ന് ഫൈനലാക്കി കൊടുക്കുക അല്ലേ? ഓക്കെ, ₹12 ലോണും വാങ്ങി കൊടുക്കാം. 3 ലക്ഷം കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു A3 സ്വന്തമാക്കാം. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള, അറിയൊന്നുമല്ല, ഒറിജിനൽ കേരള വണ്ടി കൊണ്ടുപോകാം. നല്ല അടിപൊളി ലുക്കാണ്, സൈഡിൽ നിന്ന് പ്രൊഫൈൽ അല്ല. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഇന്നോവ ക്രിസ്റ്റ അടുത്ത വാഹനം. എങ്ങനെയാണ് കാര്യങ്ങളിത്? ഇത് ഇന്നോവ ക്രിസ്റ്റ ബ്ലാക്ക് കളർ, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഡിമാൻഡുള്ളൊരു കളറാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് റീപ്ലേസുകളും ഉണ്ട് വണ്ടിക്ക്. എന്താ പറയാലോ, മെയിൻ ഗ്ലാസ് ഉണ്ട്, ബോണറ്റ് ഉണ്ട്, പിന്നെ പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മാറിയിട്ടുണ്ട്. അതെ, ആപ്രോണ് അങ്ങനത്തെ വണ്ടി വന്നില്ല. ക്രോസ് മെമ്പർ, റേഡിയേറ്റർ മാറാൻ തോന്നുന്നില്ല, ഒന്നുമില്ലല്ലോ, ഒന്നും മാറിയിട്ടില്ല. റേഡിയേറ്റർ മാറാൻ ഞാൻ ചോദിച്ചാൽ ചിലർ ഈ ഷേപ്പ് മാറ്റുന്ന കൂട്ടത്തിൽ മാറ്റിയതാണ്. അല്ല, അതൊക്കെ ആക്സിഡന്റ് ആയിട്ട് ഈ ഷേപ്പ് അങ്ങ് മാറ്റി കളയുന്ന ആൾക്കാർ നമ്മൾ തന്നെ ചെയ്താണ്. ഇത് നമ്മൾ തന്നെ അല്ല. ഓക്കെ, അല്ല, എടുത്ത് ചോദിച്ചാണ്, ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. കാരണം ഫേസ് ലിഫ്റ്റ് ചെയ്ത് വണ്ടി കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ, അവർക്കെല്ലാം എടുക്കട്ടെ. അല്ലാണ്ട് മറ്റേത് മുന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഗ്ലാസ്, ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റ് മുന്നേ മാറിയാണ്. ഈ സാധനങ്ങളാണ് നമ്മളിപ്പോൾ മാറിയത്. ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ബ്രേക്ക് ലൈറ്റ് മറ്റേ ഫാൻസി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ല. മേജർ ആക്സിഡന്റ് ഇല്ല, ബാക്കി റീപ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ മൈൻ റെഡി വന്ന നമ്പറാണ്, 120 കിലോമീറ്റർ ഓടി. ഓക്കെ, ഇത് നമുക്ക് മോഡൽ പറഞ്ഞില്ല, മോഡൽ 2016 Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. കേരള വണ്ടിയാണ് അല്ല. ₹18 കൊടുക്കുക. 18 ലക്ഷം. Z ഓട്ടോമാറ്റിക് ആണ്. 18 ലക്ഷത്തിന് കൊണ്ടുപോകാം. കേരള കൊടുക്കുക. എത്ര? റീവണ്ടിന്റെ വില കൊടുക്കുക. അതെ, 12 ലക്ഷത്തിന് കൊണ്ടുപോകാം ഈ ഒരു വാഹനം. ആ ഒരു ആക്സിഡന്റ് ഇതായിരിക്കും. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ലോൺ ഒരു 16 ലോൺ 16 ഇല്ലെങ്കിൽ ഒരു 15 നോക്കാം, കിട്ടും. ഒരു 3 ലാഖ് കണ്ട് ഇറക്കാം. അതെ, ഓക്കെ. നമ്മളൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷംസുക്കയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് അല്ലേ? ഓക്കെ, ML 250 ആണ് അടുത്ത വാഹനം. മെഴ്സിഡസ് ബെൻസ് ML 250 ഒരു SUV സെഗ്മെന്റ് ആണ്. എങ്ങനെയാണ് ഷംസുക്ക കാര്യങ്ങൾ? ബെൻസിന്റെ ML 250 ആണ്. GLE 2018 മോഡലാണ്. 18 അല്ല? ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 76,000, 2018 ML 250. സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ? സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഒക്കെ കമ്പനി സർവീസ് ആണ്. ചെറിയ വണ്ടിക്ക് ചെറിയൊരു ന്യൂനത ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, എന്താ ഈ വണ്ടിക്ക് സത്യത്തിൽ ചെറിയൊരു അതിന്റെ ആക്സിഡന്റ് ഫോട്ടോസ് വേണം നമ്മൾ കാണിച്ചു കൊടുക്കുക. ചെറിയ ഈ ഭാഗത്തൊരു ചെറിയൊരു തട്ടുണ്ടായിരുന്നു. അത് വർക്കെടുത്ത വണ്ടിമേലൊന്നും അറിയാനൊന്നുമില്ല. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതിനനുസരിച്ചുള്ള റെഡ്യൂസും ഉണ്ട്, അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ചിട്ടുണ്ട് അല്ലേ? 2018 ടോപ്പ് അല്ലേ? അതെ അതെ, മൂന്ന് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇതിൽ എയർമാറ്റിക് സസ്പെൻഷൻ അല്ല വരുന്നത്, നോർമലാണ്. അതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് കമ്മിയായിട്ടുള്ളൊരു സെഗ്മെന്റ് ആണ് അല്ലേ? അതെ അതെ, കറക്റ്റ്. എല്ലാവരും ഇപ്പോൾ അതെ, മെയിൻ്റനൻസ് കുറച്ച് കമ്മിയായിട്ടുള്ളൊരു സെഗ്മെന്റ് ആണ്. എന്നാൽ വലിയൊരു വാഹനത്തിൽ ഇരുന്ന് പോകുന്നൊരു ഫീലും കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് 48.5 ലക്ഷമാണ്. ഓക്കെ, പക്ഷേ അതിലൊക്കെ നമുക്ക് ഒരു നല്ലൊരു പ്രൈസ് കമ്മിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. എത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക, നല്ലൊരു ഫൈനാൻസും വാങ്ങി കൊടുക്കാം. ഓക്കെ, ഫൈനലി പറയാൻ പറ്റുമോ ഇപ്പോൾ ഏകദേശം എത്ര കൊടുക്കാന്ന്? നമുക്കൊരു 46 ലക്ഷത്തിനൊക്കെ കൊടുക്കാം. ഓക്കെ, ഫൈനൽ അല്ല? ഓക്കെ, 46 ലക്ഷത്തിന് ഈ ഒരു ML 250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2018 മോഡലാണ്. 70 സംതിങ് കിലോമീറ്റർ ഓടിയ വാഹനം അല്ല, 76,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസുള്ള വാഹനം. അപ്പോൾ ചെറിയൊരു വർക്ക് എടുത്ത് അതിൻ്റെ പേരിലാണ് ഈ ഒരു ഡിപ്രിസിയേഷൻ അല്ലേ? ഓക്കെ, വേറെ പണിയൊന്നുമില്ലല്ലോ മെക്കാനിക്കൽ? ഇല്ല, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആളുകളോട് കസ്റ്റമർ ക്ലയൻറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടേ നമ്മൾ വാഹനം കൊടുക്കുള്ളൂ. അത് നമ്മൾ രേഖപരമായിട്ട് എഴുതി വെക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഏത് സമയം അവർ തിരിച്ചു വന്നാലും നമ്മളത്, അതായത് നമ്മളിപ്പോൾ ഈ വണ്ടി ആ ഭാഗത്ത് നമ്മളൊരു തട്ടിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലധികം എന്തെങ്കിലും ഒന്നുണ്ട്, എന്തെങ്കിലും പറയാത്തൊരു കാര്യമുണ്ട്, അത് അവർ കണ്ടുപിടിച്ച് നമ്മളടുത്ത് വന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനൊരു സംസുഖ അങ്ങനെ ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചിറങ്ങുന്ന സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും നമ്മളത് കൃത്യമായിട്ട് അവർക്ക് വേണ്ട പരിഹാരം നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ പറഞ്ഞ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യും. നമ്മളൊരാള് ഒരു മനുഷ്യന് നമ്മൾ അങ്ങനെ ഒരു വിചാരിച്ചിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഒരു സ്വപ്നമാണ് കാർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാറിൽ ഇപ്പോൾ ഇത് മാറി വന്നു. പണ്ടത്തെ പോലത്തെ ഒരു ചീത്തപ്പേര് ഇപ്പോൾ ഇല്ല യൂസ്ഡ് കാർ മേലേക്ക്, കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ?
അപ്പോൾ അത്ര രീതിയിൽ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്തു പോവാം. അത്രയും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് യുവാക്കളുടെ ഹരമായി മാറിയ ഒരു വാഹനമാണ്. മിനി കൂപ്പറാണ്. 2014 മോഡൽ വണ്ടി അല്ലേ? അതെ അതെ. ഹരിയാന രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ? മിനി കൂപ്പർ ഡി ആണ്. JCW കിറ്റ് കയറ്റിയ വണ്ടിയാണ്. ഓക്കെ, യുവാക്കൾക്കൊക്കെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് മിനി കൂപ്പർ. യൂസ്ഫലിൻ്റെ അടുത്തൊക്കെ ഉള്ള സാധനം തന്നെ, അത്ര റേഞ്ച് അല്ലെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം HR ആണ് വണ്ടി. മാക്സിമം ലോൺ കയറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ആ ഫെസിലിറ്റിയിൽ തന്നെ കൊടുക്കാൻ പറ്റും. എവിടെ എടുത്തിട്ടില്ല അല്ലേ നിലവിൽ? NOC എവിടെ എടുത്തിട്ടില്ല? ഇല്ല. അത് നമുക്ക് ഇപ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉള്ള ആളുകൾക്ക് മാക്സിമം ലോൺ കയറ്റിയിട്ട് നമ്മളെ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ അതിന്റെ ആളിരിക്കുന്ന നേരത്തെ ഫാസിൽ പറഞ്ഞത്. ഓക്കെ, 2014 മോഡൽ വണ്ടി, ഡീസലാണ്. മൈലേജ് നോക്കണ്ട, കൺസേൺ ആവണ്ട. ഇത് ഡീസൽ പെർഫോമൻസ് കാറാണ്. ഡീസലാണ്, എന്നാലും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? നല്ല മൈലേജ് ഉണ്ടാവും. എത്ര ഉണ്ട് കിട്ടുന്നുണ്ട് ആവറേജ്? ഒരു 14-15 കിട്ടും. മൈലേജ് കിട്ടും. വേറെ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും ക്ലെയിം ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. കൺവെർട്ടബിൾ അല്ല? ഓക്കെ, കൂപ്പർ ഡി. JCW കിറ്റ് കയറ്റിയതാണ്. ഇതിന്റെ നല്ല ആണ്. ഓക്കെ, ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? 21.5 ലക്ഷം രൂപയാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു 20 ലക്ഷം രൂപ ആയിട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലെ ബ്ലോഗ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ. അതെ, മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാം. 20 ലക്ഷത്തിന് ഫൈനൽ റേറ്റ്. 2014 കൂപ്പർ ഡി, 71,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ മീറ്ററിലുള്ളത് അല്ലേ? ഓക്കെ, ലോൺ മാക്സിമം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് NOC തന്നെ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഓഡി A4 ആണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? 2014 മോഡലാണ്. ഓട്ടോമാറ്റിക് 2014 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ഡീസലാണ്. ഡീസൽ അല്ലേ? ഓക്കെ, A4 കിലോമീറ്റർ 98,000 കിലോമീറ്റർ. 98,000 ഓടിയ വാഹനവും 2014. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. കേരള വണ്ടി? ഇത് കേരള ഒറിജിനൽ കേരള തന്നെ. ഇത് ഒറിജിനൽ കേരള വണ്ടി. റീവണ്ടി ചെയ്യുന്നുണ്ടോ? റീവണ്ടി ചെയ്യാറുണ്ട് അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. അത്യാവശ്യം മൈലേജും മെയിൻ്റനൻസും വളരെ കുറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. പ്രീമിയം കാറുകളിൽ വെച്ച് നോക്കും നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 18 റേഞ്ചൊക്കെ കിട്ടും അല്ലേ? ഏകദേശം മൈലേജ് കിട്ടുന്നുണ്ട്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ടർബോ ഡീസൽ, 2014 മോഡൽ. എത്ര കൊടുക്കാം ഇത്? നമ്മളിവിടെ ചോദിക്കുന്നത് 13.5 ലക്ഷം രൂപയാണ്. ഫൈനൽ നമുക്ക് എത്ര? ഫൈനൽ 13 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 13 ഫൈനൽ ചോദിക്കുന്നത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. മാക്സിമം നെഗോഷ്യബിൾ ആണ്. ആ പാർട്ടി ക്ലയന്റിനെ ഒരു നല്ല ഹാപ്പി ആക്കിയിട്ട് നമ്മൾ വിടുള്ളൂ. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. റീവണ്ടി ഒന്നുമല്ല. 13 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2014 മോഡൽ. S-Line ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, ലോണും കിട്ടുമല്ലോ മാക്സിമം? കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മെർസിഡസ് ബെൻസ് GLA 200. ഇതൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2015 മോഡലാണ്. 88,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, കേരള വണ്ടിയാ? CG. ഓക്കെ, ഛത്തീസ്ഗഡ് അല്ല? ഛത്തീസ്ഗഡ് രജിസ്ട്രേഷൻ ആണ്. 88,000 ഓടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ, എന്താ പറയുക, നമ്മളെ CLA-ൻ്റെ അതേ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരിക. അതിലൊരു SUV കാറ്റഗറി എന്ന് പറയാം അല്ലേ? അതെ. ഫാമിലിക്കൊക്കെ ബെസ്റ്റാണ്. വൈഫിനോടൊക്കെ നല്ല സ്നേഹം കൂടുതലുള്ളവർക്ക് ഈ വണ്ടി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ആണല്ലോ. അതെ, റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് വരുന്ന വാഹനമാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 14.5 ലക്ഷമാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. NOC ഇല്ല? NOC. അപ്പോൾ ഫൈനൽ നമുക്ക് എന്താണ് പറയുക, ഒരു 13.25 റേഞ്ചിലൊക്കെ കൊടുക്കും. 13,70,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2015 മോഡൽ GLA 200 ആണ്. NOC പ്രൈസാണ്. ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ലോണും കാര്യമൊക്കെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കംപ്ലീറ്റ് സ്റ്റോക്ക് കാണിച്ചിട്ടില്ല. പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ആണ്. അതിന് മുമ്പരായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ പുതുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളൊരു സംരംഭം. അപ്പോ നിങ്ങളെ പൂർണ്ണ സഹകരണം വേണോ. അതോടൊപ്പം നമ്മളൊരു ചെറിയൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ആയാൽ 10,000 ഫോളോവേഴ്സ്, അതായത് ഒരു മാസം കൊണ്ട് 10,000 ഫോളോവേഴ്സ് ആയാൽ ആ ഒരു ബൈക്ക് ഗിവ് അവേ കൊടുക്കും. ഏതാ ബൈക്ക്? നല്ലൊരു അടിപൊളി ബൈക്കാണ്. 6,30,000 കിലോ പൈസ കയറ്റി ബാംഗ്ലൂർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടി അല്ലേ അത് നമ്മൾ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മോടൊന്ന് സഹകരിക്കണോ. അപ്പോൾ നമ്മൾ സന്ദർശിക്കാം. എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ. അതിൽ കയറി കഴിഞ്ഞ് നിങ്ങൾ ഫോളോ ചെയ്യുക.
നിങ്ങളുടെ ഒരു രണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, ഒരു 2 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബൈക്ക് കൊണ്ടുപോകാം ഒരു മാസത്തിനകം 10,000 ഫോളോവേഴ്സ് ആയാൽ. കറക്റ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിടണ അതാണ് ഒരു സമയം വെച്ചത്. അപ്പോൾ ഷംസുക്ക വളരെ നന്ദി. എന്താണ് ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ഇത് നമുക്ക് NOC-ലാണെങ്കിൽ കൂടിയും ഇത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഈ വണ്ടിക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. KL11 NOC ഉള്ളതാണ്, നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ഗ്ലാസിന്റെ ഷോറൂമിന്റെ മാതിരില്ല, നമുക്ക് വില കുറച്ച് കൊടുക്കാൻ ഫൈനലായിട്ട് ഇപ്പം നമുക്ക് പറയാനുള്ളത്. നമുക്ക് അത്യാവശ്യം വില കുറച്ചും മാക്സിമം ലോൺ കയറ്റിയും സാധാരണക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ പിന്നെ ഓൺ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെന്റ് മാക്സിമം കുറച്ച് കൊടുക്കാം, ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം പറഞ്ഞിട്ട്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.